അവര് കൃഷി ചെയ്യാൻ രാവിലെ വിത്തിടും, വൈകിട്ട് അതിങ്ങനെ കൊയ്തെടുക്കും. എന്നിട്ട് എന്താ പരിപാടി? ഇത് തിന്നാനാണോ? ഒന്നല്ല, അവർക്ക് രസം, നേരം പോക്ക്, എന്തെങ്കിലും വേണ്ടേ? എന്തായാലും മറ്റേ ജീവിതം കഴിഞ്ഞു, ദുന്യാവ്, അവിടെയാണ് അമലിന്റെ ലോകം. എല്ലാം കഴിഞ്ഞു, അവിടെ റാഹത്തായി, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂഹിക്കാനുള്ള ലോകം കൊടുത്തിരിക്കാൻ. ആലമുൽ ബർസഖ്, ഖബറിന്റെ അടിഭാഗമാണ്, മറയുടെ ലോകമാണ്. നമ്മൾ ഇതൊന്നും കാണുന്നില്ല. നമ്മൾ ഭൂമുഖത്ത് ഇങ്ങനെ കളിച്ച് ഉല്ലസിച്ച് നടക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മൻ ഹൗലാഇ യാ ജിബ്രീൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ആരാണ് ജിബ്രീലേ ഈ കൂട്ടർ? ഒന്ന് പറഞ്ഞു തരണേ, പറഞ്ഞു തരണേ. ആരടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഈ ഖബറിനകത്ത് നമ്മൾ കാണാത്ത വല്ലാത്ത കാഴ്ചയാണല്ലോ, അത്ഭുതം നിറഞ്ഞ കാഴ്ചയാണല്ലോ. പ്രഭാതത്തിൽ കൃഷി ഇറക്കുന്നവരാണ്, വിത്തിറക്കുന്നവരാണ്, വൈകുന്നേരം അത് കൊയ്തെടുക്കുന്നവരാണ്. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഹുമുൽ മുഹാജിറൂൻ, അവരാണ് പരിശുദ്ധരാകുന്ന മക്കക്കാർ. റസൂലേ, അവിടുത്തോടൊപ്പം പവിത്രമാക്കപ്പെട്ട മദീനയിലേക്ക് തന്റെ കുടുംബത്തെയും നാടിനെയും ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് അവിടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവിടുത്തോടൊപ്പം ഇറങ്ങി തിരിച്ച് ഹിജറ ചെയ്തതാകുന്ന സ്വഹാബത്തിലോ അവരാണ് ഈ കാണുന്നത്, അവരെയാണ് ഈ കാണുന്നത് റസൂലേ എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞുവെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. والسابقون الأولون والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചതാകുന്ന സച്ചരിതരാകുന്ന സ്വഹാബത്തെ കിറാം മുഹാജിറുകളാകുന്ന ആളുകൾ സ്വന്തം കുടുംബത്തെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ത്യാജിച്ചവരാണ്. സമ്പത്ത് മുഴുവനും ദീനിനു വേണ്ടി ത്യാജിച്ചവരാണ്. മക്കളെ ദീനിനു വേണ്ടി ഒഴിവാക്കിയവരാണ്. അല്ലാഹുവിന്റെ റസൂലിനെയും അല്ലാഹുവിനെയും ഇഷ്ടം വെച്ചുകൊണ്ട് പ്രിയം വെച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചവരാണ്. സ്വന്തം ശരീരത്തെ ബലിയർപ്പിച്ചവരാണ്. ദീനിനു വേണ്ടി ഷഹീദായവരാണ്. അത്തരത്തിലുള്ളതാകുന്ന ആളുകളെയാണ് ഈ കാണുന്നത്. റസൂലേ, ഹുമുൽ മുഹാജിറൂൻ, ഹുമുൽ മുഹാജിറൂൻ, അവർ ഹിജറ വന്ന സ്വഹാബത്താണ്. റസൂലേ, യസ്റഊന ഫീ യൗം വയഹ്സുദൂന ഫീ യൗം, രാവിലെ കൃഷി ഇറക്കുന്നു, വൈകിട്ട് വിത്ത് കൊയ്തെടുക്കുന്നു. മാഷാ അല്ലാഹ്. ഇനി അടുത്ത അത്ഭുതം കേൾക്കണോ? എത്ര ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ശുഹദാഇ ഹംസ റളിയല്ലാഹു അൻഹു. നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് ഒരു ഷഹീദിന്റെ ചാരത്താണ്. മാഹീൻ അബൂബക്കർ ഷഹീദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ പോലെ, മുൻകഴിഞ്ഞു പോയതാകുന്ന സർവ്വശോതാക്കളെ പോലെ, ഈ ഭീമാപ്പള്ളിയുടെ പരിസരത്ത് വെടിയുണ്ടേറ്റുകൊണ്ട് മരണപ്പെട്ടതാകുന്ന ശോതാക്കളെ പോലെ അവർക്കെല്ലാവർക്കും നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട സയ്യിദ് ശുഹദാഇ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? ബഹുമാനപ്പെട്ടവർ സ്വർഗത്തിൽ ഇങ്ങനെ പാറിക്കളിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എവിടെയാ മൂപ്പരുള്ളത്? ഖബറിലാ ഉള്ളത്. മനസ്സിലാക്കണം. അദ്ദേഹത്തെ സ്വർഗത്തിൽ ഞാൻ കണ്ടു. ഞാൻ സ്വർഗീയ ആരാമങ്ങൾ ഉല്ലസിക്കുന്നതായി ഖബറിൽ ഞാൻ അദ്ദേഹത്തെ ആസ്വാദനത്തിൻ്റെതാകുന്ന മാറാപ്പുകൾ മാറ്റി വളരെ സന്തോഷത്തിൻ്റെതാകുന്ന തീരം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ. മൗതത്ത് യുദ്ധത്തിൽ ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് ഷഹീദായതാകുന്ന ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്വേഷിച്ചുകൊണ്ട് ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഐന സൗജി യാ ഹബീബല്ലാഹ്, എന്റെ
ഭർത്താവ് എവിടെ, എന്റെ ഭർത്താവ് എവിടെ? ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നഹു ഷഹീദ്, ഇന്നഹു ഷഹീദ്. ഒരു ഷഹീദായിട്ടുണ്ട്, ദീനിന്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ പെണ്ണ് വളരെ വിഷമം. പെണ്ണ് ചോദിച്ചു, അയ്ന സൗജി യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് എവിടെ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഹുവ ഷഹീദുൻ യതീറു ഫിൽ ജന്ന കമാ തതീറു തൈറു ഫിൽ ഹവാ. ആകാശലോകത്ത് അനന്തമാകുന്ന രീതിയിൽ, മനോഹരമായ രീതിയിൽ പക്ഷികൾ പട്ടമിട്ട് പറക്കുന്നത് പോലെ വട്ടമിട്ട് സ്വർഗത്തിൽ പറക്കുന്നതായിട്ട് പറവയെ പോലെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ കണ്ടു എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇത് പറയുമ്പോഴും ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജനാസ ഖബറിലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കണം, ഖബറിൽ ആള് കിടക്കാൻ അപ്പോഴും ബഹുമാനപ്പെട്ടവർ സ്വർഗത്തിൽ തത്തിക്കളിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ ഖബർ സ്വർഗീയ ഉദ്യാനമായി അള്ളാഹു കൊടുത്തു. അതിനെ നമ്മൾ ദ്വാരക്കുന്നത്, ഖബറിന്റെ അടുക്കലെത്തിയിട്ട് എന്ത് ദ്വാരക്കും? അല്ലാഹുമ്മ വസ്സിഅ ഖബറഹു, ഈ മനുഷ്യന്റെ ഖബർ നീ വിശാലാക്കണേ. ആരക്കല്ലേ? എന്തിനാ എല്ലാവരും ഓർക്കും എന്താ ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ അവിടെ ഇടുക്കല്ല, എല്ലാ സൗകര്യവും. ഖബറിനകത്ത് ഭയങ്കര അത്ഭുതങ്ങളാണ് അവിടെ. ഇവിടെ ദിക്റും ഇബാദത്തും നമസ്കാരങ്ങളും ഇബാദത്തുകളും ഒക്കെയായി ചിട്ടവെക്കുന്ന ആളുകൾക്ക് ഖബറിൽ റാഹത്താണ്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ നല്ല വിശാലത കിട്ടും, ഉറപ്പാണ്. ഇവിടെ കുടുസായ ജീവിതം നയിക്കുന്നവർ, ഇവിടെ നമസ്കാരത്തിന് വിമുഖത കാണിക്കുന്നവർ, ഇവിടെ ഇബാദത്തുകൾക്ക് താല്പര്യം കാണിക്കാത്തവന് തീർച്ചയായും ഖബറെടുക്കും തന്നെ, ഉറപ്പാണ്. അതിനകത്ത് യാതൊരുവിധ സംശയമില്ല, യാതൊരുവിധ സംശയവുമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, ഖബറിലെ അത്ഭുതത്തെ കുറിച്ച് സ്വഹാബത്തിനോട് വാചാലനാവുകയാണ്. വേഗം നിർത്തും, സമയം വളരെ വൈകി. 1 മണിയാകുമ്പോൾ നിർത്തണ്ടേ? യാത്ര പോകണ്ടേ? ഘോഷയാത്രയ്ക്ക് പോകണ്ടേ? വേഗം നിർത്താം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അത്ഭുതങ്ങൾ, ഖബറിലെ അത്ഭുതം. ശ്രദ്ധിച്ചോ. റഅയ്തു ഖൗമാ, ഒരു കൂട്ടം ആളുകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. സാബാ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ്. കുറെ പേര് ക്ഷീണം പിടിച്ചിട്ടുണ്ട്. ഒന്ന് എഴുന്നേറ്റ്. അല്ലാഹ് 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 യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം. ഉറക്കം പറഞ്ഞേ. കുറെ പേര് അവിടെ ഉറങ്ങിയതെന്നല്ലോ, എഴുന്നേക്കുന്നില്ല എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. അല്ലാഹ് അനുസരണയുള്ള മക്കളായി അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം. ഇരുന്നോളി. അല്ലാഹ് നിങ്ങളൊന്ന് റീഫ്രഷ് ആകാൻ വേണ്ടിയാ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തുകയാണ്. നല്ലതുപോലെ ശ്രദ്ധിച്ചോ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അവസാന ഭാഗമാണ്. ശ്രദ്ധിക്കണേ. റഅയ്തു ഖൗമാ, ഒരു കൂട്ടം ആളുകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. സഹാബാ, ബൈന അയാദീഹിം ലഹ്മുൻ നളീജ് വലഹ്മുൻ ആഖറു ഖബീസ്. അവരുടെ മുന്നിൽ നല്ല ഫ്രഷ് മാംസം അല്ലാഹു നൽകിയിട്ടുണ്ട്. അവരുടെ മുന്നിൽ അല്ലാഹു മനോഹരമായ മാംസം അല്ലാഹു ഖബറിൽ നൽകിയിട്ടുണ്ട്. മാത്രമല്ല വലഹ്മുൻ ആഖറു ഖബീസ്, മറ്റൊരു പാത്രത്തിൽ ഏറ്റവും മോശപ്പെട്ടതാകുന്ന ഭക്ഷണവും ഇറച്ചിയും അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ മലക്കുകൾ, ജബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ, അവരുടേതാകുന്ന മോശപ്പെട്ടതാകുന്ന പാത്രത്തിൽ നിന്ന് അതിന്റെ മാംസം കഴിക്കാൻ നിർബന്ധിക്കുകയാണ്.
കഴിക്കാതിരിക്കുമ്പോൾ മർദ്ദിച്ചുകൊണ്ടവരെ അല്ലാഹു കഴിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഇതിങ്ങനെ കണ്ടപ്പോ ഞാൻ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു പോയി, മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലെ ഈ കൂട്ടർ? ആറടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിൽ ഇത്തരത്തിൽ നീചമാക്കപ്പെട്ട ശിക്ഷയ്ക്ക് വിധേയരാകുന്ന ആളുകൾ ആരാണ്? മുന്നിൽ മനോഹരമാക്കപ്പെട്ട ഭക്ഷണമുണ്ടായിട്ട്, മനോഹരമാക്കപ്പെട്ട മാംസാഹാരം അല്ലാഹു നൽകിയിട്ട്, അതിൽ നിന്ന് കഴിക്കാൻ പറ്റാതെ നീചമാക്കപ്പെട്ട നികൃഷ്ടമായ മാംസത്തെ കഴിക്കാൻ ആര് കണ്ടാലും വെറുക്കുന്ന, ദുർഗന്ധം വമിക്കുന്നതാകുന്ന മാംസാഹാരം നിർബന്ധിച്ചുകൊണ്ട് കഴിപ്പിക്കുന്നതാകുന്ന ആളുകൾ ആരാണ്? കഴിക്കാൻ വിധിക്കപ്പെട്ടതായ ആളുകൾ ആരാണ്? എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ മറുപടി നൽകി, യാ റസൂലല്ലാഹ്, ആരെന്നറിയുമോ? ലഹും ഇംറഅത്തുൻ ഹലാൽ വതറകൂഹുന്ന ലിസ്സിനാ. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ആരെന്നറിയുമോ? ആരെന്നറിയുമോ റസൂലേ? ഇവർക്ക് വിവാഹബന്ധത്തിലൂടെ അനുവദനിക്കപ്പെട്ടതാകുന്ന ഹലാലായ ഭാര്യമാർ അല്ലാഹു നൽകിയവരാണ്. എന്നിട്ട് ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞതിന്റെ പേരിൽ ഭീമാ പള്ളിയിൽ അധിവസിക്കുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരിയെ ഒഴിവാക്കിക്കൊണ്ട് അന്യമതത്തിൽപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരിയുമായി, അല്ലെങ്കിൽ അവൻ അന്യരാക്കപ്പെട്ടതാകുന്ന ഒരു പെണ്ണുമായി സ്നേഹബന്ധം വെച്ച് പുലർത്തി സ്വന്തം ഭർത്താവ്, ആ ഭർത്താവ് മറ്റുള്ള പരപുരുഷന്മാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. അത്തരത്തിൽ ഭാര്യയെ തഴഞ്ഞുകൊണ്ട് ജീവിതം നയിച്ച ആളുകൾക്ക് ഖബറിൽ അല്ലാഹു നൽകുന്ന ശിക്ഷയാണ്. വലതു ഭാഗത്ത് മനോഹരമാക്കപ്പെട്ട നല്ല ഫ്രഷ് മാംസം ഒരു പ്ലേറ്റിൽ അല്ലാഹു നൽകുകയാണ്. കഴിക്കാൻ കൈയൂട്ടുമ്പോ മലക്കുകൾ തട്ടുകയാണ്. ഇടതു ഭാഗത്ത് മോശപ്പെട്ട മാംസം അല്ലാഹു നൽകുകയാണ്. നീചമാക്കപ്പെട്ട മാംസം, നികൃഷ്ടമാക്കപ്പെട്ട മാംസം, ആര് കണ്ടാലും വെറുക്കുന്ന മാസം, ആര് കണ്ടാലും ദുർഗം കൊണ്ട് അകന്നു നിൽക്കുന്ന മാസം അവരെ കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. ദിവസങ്ങളോളം പഴക്കമുള്ളതാകുന്ന മാംസാഹാരം നമ്മൾ നമ്മുടെ കൈകൊണ്ട് തൊടാറുണ്ടോ? പുഴുക്കളരിച്ചിട്ടുള്ള മാംസാഹാരം ആരാണ് ചെറുപ്പക്കാരാ കഴിക്കുക? ആരാണ് പെങ്ങളെ കഴിക്കാൻ പോകുക? ആര് നിർബന്ധിച്ചാലും വായോട് നമ്മൾ അടുപ്പിക്കൂല. വല്ലാത്ത നാറ്റമാണ്, ദുർഗന്ധമാണ്. എന്നാൽ ആ ചെറുപ്പക്കാരനെ അല്ലാഹു മലക്കുകൾ മുഖേന, ശിക്ഷയുടെ മലക്കുകൾ മുഖേന അടിച്ചിട്ട് കഴിക്കണ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിൽ നിർബന്ധിച്ചുകൊണ്ട് കഴിപ്പിക്കുന്ന രംഗം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. സാബ, പഠിച്ചു വെക്കണേ പെങ്ങളെ, ഇതൊരു ചെറുപ്പക്കാരന്റെ കഥ മാത്രമല്ല. ദുനിയാവിൽ സ്വന്തം ഭർത്താവിന്റെ സൗന്ദര്യം ചുക്കിച്ചൊളിയുമ്പോ ആ ഭർത്താവിനെ പറന്നുകൊണ്ട് കടലിൽ തിരിച്ചറിയാനിരിക്കുന്ന ചെറുപ്പക്കാരുമായി ചങ്ങാത്തം പുൽകുന്ന സഹോദരിമാരില്ലയോ? പഠിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ബാംഗ്ലൂരിലേക്കും മംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും തിരുവനന്തപുരത്ത് വിവിധ കലാലയങ്ങളിലേക്കും മക്കളെ പറഞ്ഞു വിടുമ്പോ MBBS ബിരുദധാരിയായിട്ട് എന്റെ പൊന്നുമോൾ ഒരിക്കലെങ്കിലും ഈ പടിവാതിൽ കയറി വരണമെന്ന് ആശ വെച്ചുകൊണ്ട് മാതാപിതാക്കൾ മക്കളെ ഇറക്കി വിടുമ്പോ കാമുകനുമായി രഹസ്യമായി വേഴ്സ് നടത്താൻ മടിയില്ലാതെ ഇറങ്ങിത്തിരിക്കുന്ന പെങ്ങളെ, അന്യരാകുന്ന പരപുരുഷന്മാർക്ക് പായ്വിരിക്കാൻ രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന പെങ്ങളെ, അതിനുവേണ്ടി മോശപ്പെട്ട തലങ്ങളെ തെരഞ്ഞെടുക്കുന്ന പെങ്ങളെ, മക്കാമുകളുടെ പരിസരത്തിൽ പോലും അത്തരത്തിലുള്ള പേക്കൂത്തുകൾ നടത്താൻ മടിയില്ലാതിരിക്കുന്നതാകുന്ന സഹോദരിമാരെ, അന്യരാക്കപ്പെട്ട ചെറുപ്പക്കാരുമായി ഒന്ന് തൊട്ടൊരുമിയിരിക്കണമെന്നുള്ള ആശ വെച്ചുകൊണ്ടാണ് നീ വരുന്നതെങ്കിൽ നിന്റെ സിയാറത്ത് ഒരിക്കലും അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഇഷ്ടപ്പെടൂല. അവർക്കൊരിക്കലും ഇഷ്ടം വരൂല. നാളെ ആഖിറത്തിൽ നീ ഖേദിക്കേണ്ടി വരികയാണ്. തീർച്ചയായും നിന്റെ സിയാറത്ത് പടച്ചറബിന്റെ ദർബാറിൽ പൊരുത്തം കിട്ടൂല. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാന്മാരുടെ കുരുത്തക്കേട് നിന്റെ ജീവിതത്തിൽ എന്നെന്നും ഉണ്ടാകും. വാപ്പയറിയാതെ, ഉമ്മ അറിയാതെ, സഹോദരനറിയാതെ, സഹോദരിമാരറിയാതെ, നാട്ടുകാരറിയാതെ, കൂട്ടുകാരറിയാതെ മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് തന്റെ കണ്ണുകളെയും കാതുകളെയും കൊണ്ടുപോകുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ ചെറുപ്പക്കാരുണ്ട്. അന്യ പെണ്ണുമായി രാത്രി രഹസ്യമായി ചാറ്റിംഗ് നടത്തുന്നവർ, അത് വാട്സാപ്പിലൂടെ, അത് ടിക്ടോക്കിലൂടെ, അത് മോശപ്പെട്ട ട്വിറ്ററിലൂടെ അശ്ലീലമാക്കപ്പെട്ട തലത്തിൽ ചാറ്റിംഗ് നടത്തുന്ന ആളുകൾ, ടെലഗ്രാം അയച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന ആളുകൾ, പുതിയ പുതിയതാകുന്ന ആപ്പുകൾ വരുമ്പോൾ
വരുമ്പോ അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് പുതിയ പുതിയ രീതിയിൽ പുതിയ പുതിയ തലത്തിൽ തന്നെ രാവുകളെ കൊണ്ടുപോകുന്ന ആളുകൾ, കാമുകന്റെ കോല വരാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന ചെറുപ്പക്കാര്, രാത്രിയുടെ യാമങ്ങളെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾ തീർച്ചയായും മനസ്സിലാക്കണേ. അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ലോകത്തിന്റെ നായകൻ പറയുകയാണ്, ഈ ദുനിയാവിൽ നീ അന്യരുമായി കളിച്ചിട്ടുണ്ടാകാം, അവരുമായി ചിരിച്ചിട്ടുണ്ടാകാം, അവരുമായി വേഴ്സ് നടത്തിയിട്ടുണ്ടാകാം, അവരുമായി മോശപ്പെട്ട സംസാരം നീ നടത്തിയിട്ടുണ്ടാകാം. ഏത് രീതിയിൽ നടന്നാലും നാളെ ഖബറിൽ നിനക്ക് നൽകാൻ പോകുന്ന ശിക്ഷ ചെറുതല്ല. വലതുഭാഗത്ത് മനോഹരമാകുന്ന മാംസം അല്ലാഹു നൽകുകയാണ്, കഴിക്കാൻ നിനക്ക് സാധിക്കൂല, കൈവച്ചാൽ മലക്കുകൾ നിന്റെ കയ്യിൽ തട്ടുകയാണ്. ഇടതുഭാഗത്ത് മോശപ്പെട്ട മാംസം അല്ലാഹു വെച്ചിരിക്കുകയാണ്. ആ മാംസം നീ കഴിക്കുന്നില്ല, പക്ഷേ കഴിക്കാൻ നിർബന്ധിക്കുകയാണ്. അതിലേക്ക് നോക്കാൻ പോലും നീ തയ്യാറാകുന്നില്ല. പുഴുവരിച്ച മാംസമാണ്, ദിവസങ്ങൾ പഴകിയ മാംസമാണ്, കഴിക്കാൻ മാറി നിൽക്കുന്നതാകുന്ന സഹോദര സഹോദരിമാര്, ഈ ദുനിയാവിൽ പരസ്യമായിട്ട് അന്യരുമായിട്ട് ശാരീരിക ബന്ധം വെച്ച് പുലർത്തിയതിന്റെ പേരിൽ അന്യരുടേതാകുന്ന ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ മലീമസമാക്കിപ്പെടുത്തിയതിന്റെ പേരിൽ സണ്ണീരിയോട് തിരുവനന്തപുരത്ത് ഇറങ്ങിയെന്നറിഞ്ഞത് മുതൽ അതിൻ്റെതാകുന്ന വിവരങ്ങളൊന്നും നെറ്റിലൂടെ കിട്ടാൻ വേണ്ടി പാതിരാത്രി സമയം അത്രയും നെറ്റിൽ പരനടക്കുന്ന ചെറുപ്പക്കാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. നാളെ നിനക്ക് കിട്ടുന്നതാകുന്ന അവസരം പ്രോത്സാഹനങ്ങളുമായിട്ടുള്ളതാകുന്ന മോശപ്പെട്ടതാകുന്ന ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയതാകുന്ന സഹോദര, രാത്രിയിൽ എന്നെ പെണ്ണുമായി വീഡിയോ ചാറ്റിംഗ് നടത്തിയിട്ട് അവളുടെ രഹസ്യഭാഗങ്ങൾ കണ്ടുതീർത്ത ചെറുപ്പക്കാരാ, അന്യരാക്കപ്പെട്ട ചെറുപ്പക്കാരുമായി മോശപ്പെട്ട തലത്തിലേക്ക് രാത്രിയുടെ യാമങ്ങളെ കൊണ്ടുപോയിട്ടുള്ള പെങ്ങളെ, നിന്നെ ഇതാ നിർബന്ധിക്കുകയാണ്, കഴിച്ചില്ലെങ്കിൽ അടിച്ചുകൊണ്ട് കഴിപ്പിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആരാണ് ഈ കൂട്ടരെന്ന് ഞാൻ ചോദിച്ചപ്പോ എന്നോട് ജിബീൽ പറഞ്ഞുപോയി, നബിയേ വലഹും ഇംറഅത്തുൻ ഹലാൽ, നല്ല ഇണകൾ ഉണ്ടായിരുന്ന അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെ വതറകൂഹുന്ന ലിസ്നാ, അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വ്യഭിചാരശാലകൾ തേടിപ്പോയവരാണ്. ഭീമാപ്പള്ളിയിൽ വസിക്കുന്നവർ എന്തിനാണ് റിസീറ്റ് തേടിപ്പോയത്? ഭീമാപ്പള്ളിയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് റാഹത്തായി കുടുംബബന്ധം ചേർത്ത് ജീവിക്കുന്നവൻ, മക്കളുമായി നല്ല രീതിയിൽ ജീവിതം വെച്ച് പുലർത്തുന്നവൻ, കുടുംബബന്ധം ചേർത്തുകൊണ്ട് ഔലിയാക്കളുടെ തണലിൽ ജീവിക്കുന്ന ആള് എന്തിനാണ് മറ്റൊരു പെണ്ണിന്റെ സുഖം തേടിപ്പോയത്? ഹറാമാണ് ചെറുപ്പക്കാരാ, ഹറാമാണ് പെങ്ങളെ. നിന്റെ വാപ്പയെ വ്യസനിപ്പിച്ചിട്ട്, നിന്റെ ഉമ്മയെ വ്യസനിപ്പിച്ചിട്ട്, നിന്റെ മാപ്പയും നിന്റെ ഉമ്മയെയും നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാകുന്ന നിന്റെ മാതാപിതാക്കളെ മറന്നിട്ട് അന്യരാക്കപ്പെട്ട ചെറുപ്പക്കാരുമായി ഒളിച്ചോടാ തയ്യാറെടുത്ത് നിൽക്കുന്ന പെങ്ങളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. മോശപ്പെട്ട മാംസം നിനക്ക് നാളെ ഖബറിൽ വെച്ചുകൊണ്ട് തിന്നേണ്ടി വരും. ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരെ ആ ശിക്ഷ എങ്ങനെ തുടരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ. ഖബറിൽ നടക്കുന്ന സംഭവമാണ്. ഇനിയുണ്ട്, പറയാൻ സമയമില്ലാത്തതുകൊണ്ട് എത്ര ഹദീസ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരെണ്ണം പറയട്ടെ, ഒരെണ്ണം കൂടി ഇരിക്കൂലേ നിങ്ങൾ? ഒരെണ്ണം കൂടി എത്ര പേര് ഇരിക്കും? കൈ ഉയർത്തിക്ക്. ആ, എന്നായിരുന്നു ഒരു ഹദീസ് കൂടി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റഅയ്തു ഖൗമാ, ഒരു കൂട്ടം ആളുകളെ ഞാൻ കാണുകയാണ്, ഒരു കൂട്ടം ആളുകളെ ഞാൻ കാണുകയാണ്. ആരെന്നറിയുമോ? പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ ഖബറിൽ കിടക്കുന്ന ഒരു കൂട്ടം ആളുകളെ എന്റെ കൺമുന്നിൽ അല്ലാഹു കാണിച്ചു തരുകയാണ്. പാറക്കല്ലിന്റെ ചീലുകൊണ്ട് ഖബറിരുന്നിട്ട് തലതല്ലി പൊളിക്കുന്ന ആളുകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബാ, ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബാ. പാറക്കല്ലിന്റെ ചീലെടുത്തിട്ട് ഖബറിലിരുന്ന് തലതല്ലി പൊളിക്കുന്ന ആളുകൾ തലയിലേക്ക് ഇങ്ങനെ കല്ലുകൊണ്ട് വായിൽ അടിക്കുകയാണ്. അടിക്കുന്ന സന്ദർഭത്തിൽ രക്തം ഇതാ ചീന്തുകയാണ്. രക്തം വാർന്നൊലിച്ചുകൊണ്ടവർ മരണപ്പെട്ടു പോവുകയാണ്. മരണത്തിന്റെ വേദന നല്ലതുപോലെ വീണ്ടും വീണ്ടും അനുഭവിച്ചു തീർക്കുകയാണ്. അങ്ങനെ സ്വന്തമായി ആത്മഹത്യ ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളെ ഞാൻ ഖബറിൽ കണ്ടപ്പോൾ ചോദിച്ചു പോയി, ആരാണിവർ? ആരാണ് ജിബ്രീൽ? ഈ കൂട്ടരൊന്ന് പറഞ്ഞു തരണേ.